പെർഫ്യൂമിന്റെ മണം കൂടുതൽ നേരം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? പെർഫ്യൂം അടിച്ചു കഴിഞ്ഞ് പെർഫ്യൂമിന്റെ മണം പോയി വിയർപ്പിന്റെ മണം വരുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുളി കഴിഞ്ഞ് നനവെല്ലാം ഒപ്പിയെടുത്തതിന് ശേഷം ബോഡി ബട്ടർ നമുക്ക് ശരീരത്തിൽ തേക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഷിയ ബട്ടർ, ബദാം ഓയിൽ എന്നിവയാണ്. ഇത് ശരീരത്തിൽ വേഗം ആഗിരണം ചെയ്യപ്പെടുകയും ചർമ്മത്തിന് മൃദുത്വവും മിനുസവും നൽകുന്നു. ശരീരത്തിൽ ബോഡി ബട്ടർ തേക്കുമ്പോൾ ശരീരം ഈർപ്പമുള്ളതായി മാറുകയും പെർഫ്യൂം നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ബോഡി ടാൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ബോഡി ടാൽക്ക് നിങ്ങളുടെ ശരീരത്തെ സിൽക്കി, സ്മൂത്ത്, ഫ്രഷ് ആൻഡ് ഡ്രൈ സ്കിൻ ആവാതെയും സൂക്ഷിക്കുന്നു. ഇത് ശരീരത്തിലിടുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പിന്റെ ദുർഗന്ധം ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പെർഫ്യൂം അടിക്കുമ്പോൾ പൾസ് പോയിന്റുകളിൽ ആയിരിക്കണം പെർഫ്യൂം അടിക്കേണ്ടത്. കഴുത്ത്, ചെവിക്ക് പുറകുവശം, കൈത്തണ്ട എന്നീ ഭാഗങ്ങളിൽ അടിക്കുക. പിന്നെ വസ്ത്രത്തിലും മുടിയിലും പെർഫ്യൂം സ്പ്രേ ചെയ്യാം. ശരീരത്തിൽ നിന്ന് 4 മുതൽ 7 സെന്റിമീറ്റർ വരെ അകലത്തായി പെർഫ്യൂം സ്പ്രേ ചെയ്യാം. പെർഫ്യൂം കുപ്പിയുടെ നോസിൽ ശരീരത്തിൽ തൊടാത്ത രീതിയിൽ വേണം പെർഫ്യൂം സ്പ്രേ ചെയ്യുവാൻ. പെർഫ്യൂം അടിക്കുന്നതിന് മുമ്പ് ബോട്ടിൽ ഒരിക്കലും കുലുക്കരുത്. അങ്ങനെ ചെയ്താൽ ഓക്സിജനെ അകത്തേക്ക് വിട്ട് സുഗന്ധവുമായി സംയോജിക്കുകയും സുഗന്ധം നീണ്ടു നിൽക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പെർഫ്യൂം